നമ്മൾ ഗോവ വിടുന്നു. ഗോവ വിട്ട് നേരെ ഹൈദരാബാദ് പോകുന്നു. അവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പോൾ ഗോവൻ എയർപോർട്ടിലേക്ക് കയറുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ്. കുറച്ച് നേരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനോഹരമായ ഗോവയിലെ ദൃശ്യങ്ങളെല്ലാം കണ്ടു. ഗോവയിലെ നിറയെ സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. നമ്മൾ ഭംഗിയുള്ള ഫ്രെയിംസുകൾ നമ്മൾ ഒപ്പിയെടുത്തു. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അടുത്ത ഫ്രെയിമുകൾ തേടിയുള്ള യാത്രയിലാണ്. ഗോവയിൽ നിന്നും ഹൈദരാബാദിലേക്ക്. ഹൈദരാബാദിൽ എന്തൊക്കെയുണ്ട്, ഉണ്ടാകും, കാണാൻ പറ്റും, എത്ര നല്ല ഫ്രെയിമുകൾ നമുക്ക് കിട്ടും, ഇതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ യാത്ര തുടരുന്നു. നല്ല രസമുണ്ടല്ലേ? ആ റൈറ്റിലും ലെഫ്റ്റിലൊക്കെ ചെടികളൊക്കെ വെച്ചിട്ട് എന്താ രസം. അപ്പോൾ എയർപോർട്ടിൻ്റെ ആദ്യത്തെ ഇന്ന് ടിക്കറ്റ് കൗണ്ടറാണോ ചെക്ക് ഇൻ എൻട്രി ആണോ, എനിവേ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ നമ്മളുടെ വഴികളിൽ നമുക്ക് ഇനിയും ലഭിക്കും. PBS ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒത്തിരി ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. നമ്മൾ ചെല്ലുന്ന ഇടത്തിൽ സിനിമാറ്റിക് ആയിട്ടുള്ള വ്യൂസ്, സിനിമാറ്റിക് ആയിട്ടുള്ള ഫ്രെയിംസുകൾ, അതെല്ലാം നമുക്ക് കാണണം, നമുക്ക് ഒപ്പിയെടുക്കണം. അതാണ് ഈ യാത്രയുടെ ഉദ്ദേശം. ഇത് വെറും ഒരു വ്ളോഗ് മാത്രമായിട്ട് കണക്കിലെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലാത്തത് കൊണ്ടാണ്. കാരണം ഇതിൻ്റെ പുറകിൽ നിറയെ വലിയൊരു എഫേർട്ടുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, നല്ല നല്ല ഫ്രെയിമുകൾ എവിടെയുണ്ടോ അതെല്ലാം നമ്മൾ ഒപ്പിയെടുത്ത് യാത്ര ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി മിക്കവാറും സ്ഥലങ്ങളിൽ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല ഫ്രെയിമുകൾ നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഫീൽ ഗോവ. യെസ്, ഗോവ എന്ന് വിട പറയുമ്പോഴും നല്ല നല്ല കാഴ്ചകൾ ലഭിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ നേരെ ഗോവ എയർപോർട്ടിലേക്ക്. ഇത് പുതിയ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ പാർക്കിംഗ് സെൻറ്ററിലേക്ക് കടക്കുന്നു. ബാക്കി വിശേഷങ്ങൾ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. ഗോവൻ എയർപോർട്ടിൽ വന്നപ്പോൾ നല്ല രസമുള്ളൊരു സംഭവം കണ്ടു, കാണിച്ചു തരാവേ. നല്ല ഭംഗിയുണ്ടല്ലേ. പുതിയ എയർപോർട്ടാണ് കേട്ടോ. അത് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇത്ര നാളത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്തവർ. അപ്പോൾ അതിൻ്റെ ഭംഗിയുള്ള ദൃശ്യങ്ങളാണ്. പ്രോജക്റ്റ് ഗോവ. പിന്നെ ഒരു സെൽഫി പോയിൻ്റൊക്കെ ഉണ്ട്. നല്ല നൈസായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു സെൽഫി വീഡിയോ വന്നിട്ട് നൈസല്ലേ, അടിപൊളിയായില്ലേ. അപ്പോൾ നമ്മുടെ ബാഗ് അവിടെ അനാദിയായിട്ട് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോട്ടെ. പുള്ളി കയറിയിട്ടുള്ള വിശേഷങ്ങൾ വീണ്ടും തുടരും. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞു, ചെക്കിനെല്ലാം കഴിഞ്ഞു, പുള്ളി കയറി സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞു. ഗോവയിൽ സ്മോക്ക് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമുക്കൊരു സ്റ്റാർബക്സ് എന്നൊരു ചെറിയൊരു കഫേ ഉണ്ട്. കണ്ടെത്തി. നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കണ്ണി പിടിച്ചില്ല. ഇതിൽ താഴെ കണ്ട, അല്ല സോറി മുകളിൽ കണ്ട, എന്താ രസം അവരെ അറേഞ്ച്മെൻറ്റ്സൊക്കെ അല്ലേ, ഭംഗിയായിട്ടുണ്ടല്ലേ. ഒരു കാട്ടുപോത്തിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബൈസൺ പാനൽ, അടിപൊളി. ദേഷ്യത്തിലാശം. അപ്പോൾ നമ്മൾ പയ്യെ സ്റ്റാർബക്സിൽ പോയിരുന്ന കുറച്ച് നേരം പരിപാടികളുണ്ട്. കാരണം കുറച്ച് പിന്നെ മെയിൽ അയക്കാനും പിന്നെ കുറച്ച് ട്രാൻസ്ഫർ ചെയ്തൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. സോ അതിനുശേഷം
വീണ്ടും യാത്രാവിശേഷങ്ങൾ തുടരും. ഇത് ഗോവയിലെ എയർപോർട്ടിലൊരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. ഗോവയിലെ എയർപോർട്ടിലൊരു ബാക്ക്ഗ്രൗണ്ടാണ്. രസമായി. നല്ല ഭംഗിയല്ലേ കാണാനായിട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർഡിങ്ങിലേക്ക് മൂവ് ചെയ്യുന്നു. ഞാൻ അത് കണ്ട് പോന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ വേറൊരു സംഭവം കണ്ടത്. ഭയങ്കര രസമുണ്ട്. നൈസല്ലേ? ഞാൻ വേറൊരു എയർപോർട്ടിൽ ഇതുപോലെ സംഭവം കണ്ടിട്ടില്ല കേട്ടോ. അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അപ്പം നമ്മുടെ ബോർഡിങ് കഴിഞ്ഞു. നമ്മളങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. നമ്മളിങ്ങനെ നടക്കുന്നു. ബാഗുമേന്തി നമ്മളിങ്ങനെ ഫ്ലൈറ്റിലേക്ക് എൻട്രി ആവാനായിട്ട് അവരുടെ ബസ് താഴെ ഉണ്ടാവും, ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള. അപ്പോൾ നമ്മൾ അതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കിടക്കും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കിടക്കുന്നു. വേ ടു ഹൈദരാബാദ്, ഗോവ ടു ഹൈദരാബാദ്. അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റിലെത്തി. ഇപ്രാവശ്യം നമുക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടില്ല. ആകാശ എയറിലാണ് യാത്ര. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നു ആകാശ എയർ യാത്ര ചെയ്യാൻ സുഖമാണ്, ലെഗ് സ്പേസ് കുറച്ച് കൂടുതലുണ്ട് മറ്റേ ഫ്ലൈറ്റിലേക്ക്. സ്പൈസ് ചെയ്തിട്ട് മറ്റുള്ള ഫ്ലൈറ്റ് കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ലെഗ് സ്പേസ് ഉണ്ട് ആകാശ എയർ. അപ്പോൾ നമ്മളങ്ങനെ കയറി നമ്മുടെ സീറ്റിലിരുന്നു. ആദ്യം വരുന്ന സീറ്റൊന്ന് മാറിപ്പോയി. ഞാൻ 5 ഉം 6 നമ്മൾ ബാഗ് വെച്ചപ്പോൾ ഒന്ന് കൺഫ്യൂസ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ സീറ്റൊക്കെ മാറി കപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള കാഴ്ചകളിലേക്ക് പോകാം. പെട്ടെന്നൊന്ന് കൺഫ്യൂസ് ആയിപ്പോയി. ആരോ എൻട്രി ആയി സൈഡിലേക്ക്. കുഴപ്പമില്ല, സഹജം, ഒന്നും മാറ്ററല്ല. അപ്പം നമ്മൾ ഇനി ടേക്ക് ഓഫിലേക്കാണ്. भारत सरकार के नियम अनुसार डिफेंस हवाई अड्डों पर तस्वीरें खींचना मना है। तस्वीर खींचने से पहले अपने कैबिन या स्थल कर्मचारी से संपर्क करें। उड़ान भरने की तैयारी में कृपया साथ लाए हुए सामान ഫുൾ കാടും മലയുണ്ട്. അടിപൊളി. എനിക്ക് തോന്നുന്നത് കാർവാർ റോഡിലേക്ക് കയറിയിട്ട് ആ ഭാഗത്തേക്ക് മൂവ് ചെയ്തിട്ടാണ് തിരിച്ച് ടേൺ ചെയ്ത് പോകുന്നത് സംശയമുണ്ട്. അത് കർണാടകയുടെ ഒരു ഭാഗത്തേക്ക് കയറിയിട്ട്. അല്ല, ആകാശം നോക്കുമ്പോൾ കാഴ്ച കൊള്ളാമല്ലേ? നൈസല്ലേ? എന്തത് ചെപ്പൊന്നെ പറയണ്ട. തടാകോ തെക്കിയൊക്കെ ഉണ്ട്.
കൊള്ളാം. ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊരു ബോണസ് ആയിരുന്നു. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആകാശ് എയറിൽ ട്രാവൽ ചെയ്തത്. ഒന്ന് മുംബൈ ടു ഗോവ ആൻഡ് ഗോവ ടു ഹൈദരാബാദ്. അതുകൊണ്ടാണ് നമുക്കത് കോംപ്ലിമെൻ്ററി കിട്ടിയിട്ടുള്ളത്. താങ്ക്സ്. അപ്പോൾ നമുക്ക് ഇനി ആകാശത്തിൽ നിന്നും ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് നോക്കാം.